ലീല ടിപ്സ് ആൻഡ് ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് പച്ചമഞ്ഞൾ മേടിച്ചായിരുന്നു. നമുക്ക് മായമില്ലാത്ത മഞ്ഞപ്പൊടി ഉണ്ടാക്കാനായിട്ടേ അതിൻ്റെ വേരൊക്കെ ഒന്ന് പറിച്ച് വെള്ളത്തിലോട്ട് ഇടുക, കഴുകി വാരി എടുക്കാനായിട്ട്. ചെറിയ പണിയൊന്നും അല്ല. ഇത് വലിയ പണിയാണോ? വലിയ പണിയാ. ഇത് പണ്ടൊക്കെ മഞ്ഞൾ കൃഷി ചെയ്യുമായിരുന്നു. നമുക്ക് ഇഷ്ടംപോലെ കൃഷി ഉണ്ടായിരുന്നു ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ. എന്നിട്ട് ഈ മഞ്ഞൾ മുഴുവനും പറിച്ച് ഇതുപോലെ ഇരുന്ന് വേര് പറിച്ച് അതിൻ്റെ തടയും വേര് പറിച്ച് കളഞ്ഞ് ഈ തടയില്ലേ, തട ഇങ്ങനെ നടാൻ വെക്കും നമ്മൾ. ഈ തട കൊണ്ട് ഇങ്ങനെ കൂട്ടി ഒരിടത്തിട്ടേക്കും കുറേ. എന്നിട്ട് അത് അത് കുറച്ച് നാൾ കഴിയുമ്പോൾ അവിടെ കിടന്നത് നല്ലോണം കിളുക്കും. കിളുത്ത് പൊങ്ങി കഴിയുമ്പോൾ 2, 3, 4, 5 മുള വരും ഒരു തടയ്ക്ക്. അന്നേരം ആ തട എടുത്തിട്ട് ഇങ്ങനെയില്ലേ, ഇതെല്ലാം പറിച്ച് കളഞ്ഞിട്ട് ഇങ്ങനെ കീറും. എന്നിട്ട് ഓരോ കിളിപ്പ് കൊണ്ടായി കുഴിച്ച് വെക്കുന്നത്. മഞ്ഞളിന് ഇത് ഇത്രയോ ഉള്ള ഒരെണ്ണം കുഴിച്ച് വെച്ചാൽ മതി. മഞ്ഞൾ നന്നായിട്ട് മഞ്ഞളുണ്ടാകും. എന്നാ കൃഷി ഇല്ലാത്ത? ഞങ്ങൾക്ക് എല്ലാ കൃഷി എൻ്റെ ചെറുപ്പത്തിലുണ്ടായിരുന്നു. കപ്പ, വാഴ, ഇഞ്ചി, മഞ്ഞൾ, പയറ് കൃഷി, പിന്നെ മുതിര, നെൽകൃഷി, എല്ലാം കരക്കായിരുന്നു. കണ്ടത്തിലല്ല, കര കൃഷി ചെയ്യുമായിരുന്നു. ഇപ്പോഴല്ലേ ഇതൊന്നും ഇല്ലാത്തേ. മഞ്ഞളൊക്കെ നമ്മൾ തന്നെത്താനെ ഇതുപോലെ. എന്നിട്ട് മഞ്ഞൾ ഉണങ്ങുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചെന്നാൽ, ഇപ്പം കുറേശ്ശെ പച്ചമഞ്ഞളായിട്ട് ഇത് തന്നെ കഴുകി നല്ലപോലെ കഴുകി വാരി മണ്ണൊന്നുമില്ല എടുത്തിട്ട് അരിഞ്ഞ് ഉണങ്ങി എടുത്താൽ മതി. നമുക്ക് എന്നിട്ട് മിക്സിയിലാണേലും പൊടിക്കാം, മില്ലിക്കൊണ്ട് വേണേലും പൊടിക്കാം. പക്ഷെ ഇങ്ങനെ അരിഞ്ഞുണങ്ങുന്നത് ഒത്തിരി കാലം ഇരിക്കുകയല്ലെന്നാ പറയുന്നത്. മഞ്ഞപ്പൊടി ഒരുമാതിരി കുത്തി പിടിക്കുമെന്ന്, അഴുക്കാകുമെന്ന് പറയും. പക്ഷെ ഈ മഞ്ഞൾ നല്ലപോലെ അടുപ്പ് വെച്ച് പുഴുങ്ങണം. മഞ്ഞൾ കഴുകി വാരി വായ ഒതുങ്ങിയ ചെമ്പുകലത്തിലോ കുട്ടകത്തിലോ ഒക്കെ ഇട്ടാണ് പുഴുങ്ങുന്നത്. പുഴുങ്ങി എന്നിട്ടിത് നല്ല മണ്ടയിലോട്ട് ഒരു ചാക്കോ വല്ലോ ഇട്ട് അടച്ചങ്ങോട്ട് വെക്കുന്നിട്ട് പുഴുങ്ങാനായിട്ട്. എന്നിട്ട് തീയും കത്തിച്ച് ഒരു ദിവസം വേകും മഞ്ഞൾ. വൈകിട്ടൊക്കെയാണ് മിക്കവാറും മഞ്ഞൾ അടുപ്പ് വെക്കുന്നത്. ഒരു ദിവസം മഞ്ഞൾ വൈകിട്ട് അടുപ്പ് വെക്കുള്ളൂ. എന്നിട്ട് അത് മണ്ടേ തിള വന്നു കഴിയുമ്പോൾ വലിയൊരു മുട്ടി വലിച്ച്, പറമ്പ് മുറ്റത്തൊക്കെ അധികം കത്തിക്കുന്നത്, ഒരു മുട്ടി വലിച്ച് ഇതിൻ്റെ അടുപ്പിലോട്ടിട്ട് കിടക്കാം. അത് നേരെ മുഴുക്കുന്നിടം വരെ അവിടെ ഇരുന്ന് ഈ മഞ്ഞൾ വെന്തോളൂ. വെന്ത് കഴിയുമ്പോൾ ഈ രാവിലെ എടുത്ത് നല്ലപോലെ ചെറുതായിട്ട് മഞ്ഞൾ പിന്നെ വെയിലത്തോട്ട് ചുമ്മാ ഇട്ടാലും മതി കൊടുക്കാനാണെങ്കിൽ. എന്നിട്ട് കൊടുക്കാൻ അതിൻ്റെ വലുതെല്ലാം തിരിഞ്ഞ് കടയിൽ കൊണ്ട് കൊടുത്തേച്ച് ചെറുത് നമ്മൾ പൊടിച്ചെടുക്കും. ഇടിച്ച് പൊടിച്ച് തെള്ളിയെടുക്കും. ഇന്നല്ല മില്ലൊക്കെ ഉള്ളത്. അന്ന് മില്ലൊന്നുമില്ല. പിന്നെ പൊടിക്കേണ്ടാത്താണെങ്കിൽ എന്നാ കാണിക്കുന്ന കല്ലിലോട്ട് കൊണ്ടുവച്ച് അരകല്ലിമ്പിള്ളേക്ക് ഇങ്ങനെ ഇടിച്ച് ഒന്ന് ചതച്ചാണ് കപ്പയ്ക്കൊക്കെ അരയ്ക്കുന്നത്. തേങ്ങയും കൂട്ടി അരച്ചെടുക്കും. അപ്പോൾ അന്നത്തെ മഞ്ഞളിൽ നിന്നും മായമില്ല. ഇന്നിപ്പോൾ നമ്മൾ മഞ്ഞൾ കടയിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ അതിന് കൂടുതലും മായമുണ്ട്. അതിന് ഇയാണ്ടി മായം ഇല്ലാത്തത് കൊണ്ടാവല്ലോ എന്ന് ഓർത്തോണ്ട്, നമുക്കില്ലാത്തത് കൊണ്ട് നമ്മളിപ്പം മഞ്ഞൾ മേടിച്ച് ഉണങ്ങാൻ. ഇതാകുമ്പോൾ ഇത് 10 കിലോ പൊടിച്ചാലേ ചിലപ്പോൾ 1 കിലോ പൊടി കിട്ടുള്ളൂ. ഇത് 10 കിലോയാ. 10 കിലോ ഇത് ഒരുക്കി പെറുക്കി നമ്മൾ പുഴുങ്ങി ഉണങ്ങി. ഇതിപ്പോൾ പുഴുങ്ങുന്നില്ല, ഞാൻ പുഴുങ്ങാതെ ഉണങ്ങാമെന്നും കൊണ്ടായിരിക്കുന്നത്. ഇത് വെയിലത്തോട്ട് അരിഞ്ഞങ്ങോട്ടിടും. എന്നിട്ട് നമ്മുടെ ആവശ്യത്തിന് മിക്സി പൊടിച്ചെടുത്താലും മതി. ഉണങ്ങി നല്ല ഭരണി വാരിയിട്ട് വെച്ചേക്കണം. എന്നിട്ട് കുറേശ്ശെ നമ്മുടെ ആവശ്യത്തിന് എടുത്ത് പൊടിച്ചെടുത്താലും മതി. അല്ലേ ഒന്നിച്ചു കൊണ്ട് മില്ലി പൊടിപ്പിക്കണം. ഒരു മായവും ഇല്ലാത്ത മഞ്ഞപ്പൊടി എടുക്കാൻ നേരം ഉണ്ടോ. ഞങ്ങളിവിടെ ഇരുന്ന് മഞ്ഞളെ ഒരുക്കുന്ന നേരത്തിന് അമ്മ തുണിയലക്കാൻ പോയി. വെയിലിന് വരുന്നതിന് മുമ്പേ തുണി കഴുകിയിട്ട് കയറണമെന്ന് ഓർത്തായിരുന്നു. പക്ഷെ പെട്ടെന്ന് വെയിൽ വന്നു. രാവിലെ തന്നെ നമ്മുടെ കല്ലേ വെയിൽ വരും. ഇവിടെ പെട്ടെന്ന് നേരത്തെ വെയിൽ വരും. തെളിഞ്ഞു വരുമ്പോഴേ ഉച്ചയാകുമ്പോഴത്തേനാണ് വെയിൽ താന്നും പോകും. ചെയ്യുമ്പോൾ ഇവിടെ വെയിലില്ല. കുറച്ച് തുണി ഉണ്ടായിരുന്നു കല്ലേ കഴുകാനുള്ളത്, യൂണിഫോം ഷീറ്റും എല്ലാം കൂടെ. അതുകൂടെ കഴുകിയിട്ടിട്ട് പെട്ടെന്ന് സ്പീഡിലാട്ടെ പോപ്പി. ഞാൻ തുണി കഴുകിയിട്ട് വരുമ്പോഴത്തേനും അത് കഴിയണം. സ്പീഡ് ചെയ്തേ. വേണേ ചെറിയ കത്തി എടുത്തോ വേര് കളയാൻ. അത് കൊടുത്താ അവനോട് ഞാൻ പറഞ്ഞു, ഈ വേര് കളയണ്ട, ഈ വിത്തെല്ലാം അടത്തി അധികം ഇല്ലാതെ അങ്ങിട്ടോളാന്. നീ അടത്തി ഇടുന്ന ചമ്മച്ചി വേര് കളയും. അടത്തി അങ്ങിട്ടാ മതി. വേരില്ലാത്ത അടത്തിയിടുന്നു. ഇതെല്ലാം കുഞ്ഞു പേരൊക്കെ ഇങ്ങനെ പറിക്കാം, നല്ല എളുപ്പമാണ്. അല്ല, നീ അങ്ങോട്ട് കൊട്ടയ്ക്കകത്ത് തന്നെ അടത്തി ഇട്ട് കൊടുക്ക. ചമ്മച്ചി വേര് കളയട്ടെ. ഈ വിത്ത വേരില്ല വെച്ചധികം, അത് വേര് പറിച്ചങ്ങിട്ടാ മതി. രണ്ടെടുക്കില്ല. ഇതെല്ലാം പഴനാടാ. പഴനാടോ? പഴനാടെന്ന് പറഞ്ഞാൽ എന്നാന്നറിയാവോ? ഇല്ല. കഴിഞ്ഞ വർഷം ഇത് ഇങ്ങനെ മഞ്ഞൾ പറിക്കാതെ കിടക്കും. ഒരിപ്പം നമ്മൾ ഈ വർഷം നട്ടതല്ലെന്ന് വെച്ചോ, ഈ വർഷം പറിച്ചില്ലെങ്കിലേ അടുത്ത വർഷം നമ്മളിത് പറിക്കാൻ ചെല്ലുമ്പോഴേ കഴിഞ്ഞ വർഷം ഉണ്ടായി വിത്തല്ല ഇതുപോലെ ഉണങ്ങി ചുരുണ്ടിരിക്കും. പുതിയ വിത്തുകൾ മാത്രമേ ഇതുപോലെ നന്നായിട്ട് വരുള്ളൂ. ഈ പുതിയ വിത്തുകളെല്ലാം ഇതുപോലെ ഇരിക്കും, നല്ല പച്ച ഇതായിട്ട്. ഇതെല്ലാം കണ്ടോ വാടിക്കൊരഞ്ഞിരിക്കുന്നേ. ഇത് കഴിഞ്ഞ വർഷത്തെ. ഇത് ഉണങ്ങിയാൽ ഇതിന് വലിയ പൊടിയും കാണത്തില്ല. ഇത് ഉണങ്ങി കിട്ടുകയല്ല. അങ്ങനെ ഇതിങ്ങനെ വഴുക പോലെ ഇങ്ങനെ വളഞ്ഞിരിക്കും. ചൊവ്വ ഉണങ്ങി കിട്ടും. അതാണ്
എന്നാ പഴനാട്. പഴനാട്. ഈ കത്തിക്ക് മഞ്ഞൾ നമ്മളിങ്ങനെ എടുക്കുകയോ ഒരുക്കുകയും ചെയ്താലില്ലേ, ഈ കത്തിയില്ലേ മഞ്ഞൾ അരിഞ്ഞാൽ പെട്ടെന്ന് കത്തിയുടെ മൂർച്ച പോകും. ആ, ഈ മഞ്ഞൾ ഒരുക്കുകയും അരിയുകയും ചെയ്യുമ്പം കത്തിയുടെ മൂർച്ച പെട്ടെന്ന് കുറയും. ആ, മഞ്ഞളിൻ്റെ ഇതൊരു കത്തിക്ക് മൂർച്ച കൂടുതലാണ്, കുറഞ്ഞു പോവുക അരിയുമ്പം. മഞ്ഞളിന്റെ വേര് പറിക്കി കഴിഞ്ഞപ്പോ രണ്ടുപേരെ കാണാതെ പോയല്ലോ ഇവിടുന്ന്. ഇതിലേ പോയി. എന്റെ ദൈവമേ, എനിക്ക് വയ്യ. അപ്പൊ ഇത് പറമ്പിൽ നിന്ന് പറിച്ച് ഇവിടെ കിളച്ച് കൊണ്ടുവന്നിട്ട് ഇത് ഒരുക്കി വെച്ചതിന് ആർക്കും ഒരു കുഴപ്പമില്ല. ഇച്ചിരി മഞ്ഞളൊരുക്ക അല്ല വാങ്ങിച്ചതാണല്ലേ, ഇത് പറമ്പിൽ നിന്ന് കിളക്കുന്നതിനും പാടില്ലേ. നേരം ഒരുക്കിയപ്പോഴാണ് മടുത്തു പോയതല്ലേ. അത് മുക്കാലും ഞാനാ ഒരുക്കിയത്. ഒരാളൊരു ശകലം നേരം ഒരുക്കിയ ചേറ്റുപോയി. അടുത്ത ആള് വന്ന് കുറച്ചു നേരം ഇരുന്നിട്ടയ്യോ ഊന്നൊക്കെ കുറച്ചു നേരം ഒരുക്കിയ ചേറ്റുപോയി. അച്ഛൻ വെച്ച് ഇത് മുഴുവൻ പനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴുകി വാരി ഇത് അരിഞ്ഞ ഇങ്ങോട്ട് വന്ന്. ഇത് അരിഞ്ഞു കഴിയുമ്പോ കൈയൊക്കെ നല്ല മഞ്ഞ കളറാവൂടാ. അരിഞ്ഞു കഴിഞ്ഞിട്ടേ ഇത് വെയിലത്ത് വെച്ച് ഉണങ്ങണം. ഉണങ്ങണമെങ്കിൽ എന്നിപ്പോ അരിഞ്ഞു വരുമ്പോഴേക്കും വെയിൽ പോകുമല്ലോ. ഒരു കാര്യം ചെയ്യുമ്പോൾ ഇന്ന് തന്നെ നിരത്തി ഇടണം. പച്ചനെറ്റ് മേലിൽ കിടപ്പുണ്ടല്ലോ, ആ കൂട്ടം ഒരു വലിയ നെറ്റ് എടുത്തിട്ട് മൂന്നായിട്ട് മടക്കിയിട്ട് രണ്ടുപേരോടെയും എടുത്തോണ്ട് വാ, നമുക്ക് നെറ്റിലോട്ട് നിരത്താം. അരിയുന്ന നിരത്തണം, വെള്ളം തോരണ്ടേ, ഇല്ല കേടാകും. സ്വന്തമായിട്ട് ഇങ്ങനെയൊക്കെ മഞ്ഞൾ എടുക്കുവാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇതെല്ലാം അരിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനുവേ വെയിലെല്ലാം പോയി. എന്നാലും നമുക്ക് നെറ്റിലോട്ട് ഒന്ന് നിരത്തി ഇടാം. എന്നിട്ട് നാളെ ആകുമ്പോഴേക്കും വെയിൽ വരുമല്ലോ, അന്നേരം വെയിലൊക്കെ കൊള്ളിച്ച് ഉണക്കി എടുക്കാം. അപ്പോൾ ഏതായാലും നിരത്തി അങ്ങിട്ടേക്കാം അരിഞ്ഞു വെച്ചത്. ഇത് കണ്ടോ, ഇതിൻ്റെ പേരെന്നാണെന്നറിയോ? ഇതിൻ്റെ പേര് കലാഞ്ചിയാണ്. ഇത് നേരത്തെ നമുക്കിതിൻ്റെ നല്ല റെഡ് കളറും നല്ല ഓറഞ്ച് കളറും ഉണ്ടായിരുന്നു. പക്ഷെ അത് മൊത്തം പോയി, നിറച്ചുണ്ടായിരുന്നു. ഇത് റെഡ് അല്ലല്ലേ, ഇത് പിങ്ക് കളറാണ്. ഉണ്ടോ റോസ് പൂ, വെള്ള റോസ. ഇതിൻ്റെ കലാഞ്ചിയുടെ തന്നെ വേറൊരു കളറ്. ഇതിൻ്റെ ഒരു കുഞ്ഞു തൈ കിട്ടിയതായിരുന്നേ, അതുകൊണ്ട് ഇനി അടുത്ത വർഷം ആകുമ്പോഴേക്കും നിറയാക്കണം. അതിൻ്റെ വേറൊരു കളറായി നട്ട് വെച്ചിരിക്കുന്നത്, പൂവായിട്ടില്ല. മഞ്ഞളൊക്കെ അരിഞ്ഞ് വെയിലത്തല്ല വലയിലൊക്കെ ഇട്ടിട്ടേ ഇപ്പൊ തണലത്താ കിടക്കുന്നത്. കടയിൽ പോയി കുറച്ച് പച്ചക്കറി വാങ്ങിച്ചോണ്ട് വന്നു. കമ്പത്തിന് പോകാൻ സമയം കിട്ടാത്തതുകൊണ്ട് ഇവിടെ പോയി വാങ്ങിച്ചോണ്ട് വന്നു. എന്തേരം പയറ് പറിച്ചാ നമ്മളല്ലേ. അതെ നമ്മൾ ഇതുപോലത്തെ എന്തേരം പയർ, ഒരു പറക്കേക്ക് 6 കിലോ വരെ നമ്മൾ പറിച്ചത്. ഇപ്പൊ 2 പയർ കുഴിച്ചിട്ട് ഇപ്പൊ കൊടുത്ത് മേടിക്കേണ്ട അവസ്ഥയായി. ഇനി എല്ലാം ഒന്നും കൂടെ നട്ട് പിടിപ്പിക്കണം, എല്ലാം റെഡിയാക്കണം. പയറും ബീൻസും കുറച്ച് കോവയ്ക്കായും എല്ലാം 1/2 കിലോ വെച്ചേ മേടിച്ചുള്ളൂ. നീ തണ്ണിമത്തം മേടിക്കണമെന്ന് തോന്നിട്ട്? തണ്ണിമത്തൻ ഇനി നാളെ കഴിഞ്ഞ് തൂക്കുവാലം പോകുമ്പോൾ മേടിക്കാം. ഇവിടെ ഇരുന്നെല്ലാം വലുതായിരുന്നു. വലുതാണേലും ഞാൻ മുറിച്ച് തിന്നാനെ. മാങ്ങ ഇവിടുന്ന് 1/2 കിലോ മാങ്ങ ഞാൻ വാങ്ങിച്ചായിരുന്നേ. കള്ളന്മാര് കൊണ്ടുപോയെന്ന് തോന്നുന്നു. മാങ്ങ ഇല്ല. മാങ്ങ അരിഞ്ഞ് ഉപ്പ് ഇട്ട് മുളക് പൊടി ഇട്ടു. അമ്പടാ, അത് അച്ചാറിടാൻ വാങ്ങിച്ച മാങ്ങായ. അച്ചാറ് പിന്നെ ഇട്ടാ മതി, നമ്മള് നിന്നിട്ടില്ല ഇടുന്നല്ലേ. ഞാൻ പിള്ളേരുടെ ഭാഗത്താ. അതാ ചോറ് വേണ്ടെന്ന് പറഞ്ഞ് വൈകിട്ടൊന്നും കഴിക്കാൻ വേണ്ടെന്ന്. ഇത് നല്ല ഇതുണ്ട്. നോക്കിയേടാ, പുളിയുണ്ടോ? മാവെല്ലാം പൂത്തിട്ടുണ്ട്, പോകുന്ന വഴിയെല്ലാം മാവ് പൂത്തിട്ടുണ്ട്. പുളിയുണ്ട്. കൈ ഒരു വശം അടഞ്ഞു പോവാ. കാരണം ഉപ്പ് കുറവ് അല്ലേ അച്ഛേ? പുളിയുണ്ട്, ഉപ്പില്ല. ഉപ്പ കുറവ്, തുള്ളി. ഉപ്പും പുളിയും കൂടെ തിരിച്ചറിയത്തില്ലേടെ. നമുക്ക് നാളെ തന്നെ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കണം. ഇത് കണ്ടോ, ഇന്നത്തെ പണിയായി. ഇത് കൈ മഞ്ഞ കളറായത്. എന്റെ കൈയാണ് കറുത്തും ചുവന്നും കൂടെ ഇരിക്കുന്നത്. മഞ്ഞളരിഞ്ഞതിന്റെ ഇത് കുറച്ചുകൂടെ അരിയാനുണ്ട്. ഇതെല്ലാം പറിച്ചതിന്റെ ഈ വിരലത്രയും ചുമന്നിരിക്കുന്നത്. പിന്നെ എന്നാ ചക്ക വറുത്ത് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് എന്നാന്നറിയോ, ഇവിടെ ചക്ക ആയി വരുന്നതേ ഉള്ളൂ. നാട്ടിലോട്ടൊക്കെ ആയിട്ടുണ്ട്, പക്ഷെ ഇങ്ങോട്ട് കുറച്ചുകൂടെ താമസിച്ചേ ചക്ക വിളയത്തുള്ളൂ. ഇപ്പൊ വിരിഞ്ഞു വരുന്നതൊക്കെ ഉള്ളൂ. ഇപ്പൊ കുറച്ചൊരു 2 മാസം കൂടിയെങ്കിലും ആകും നമുക്ക് ചക്കയായി വരണമെങ്കിൽ. കൂടാതെ ഏത്തക്ക പൊടി ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതും നാളെ കഴിഞ്ഞ് കിട്ടും അല്ലേ?
നാളെ കഴിഞ്ഞ് കനം കുറച്ചരിഞ്ഞാൽ 4 ദിവസം, നല്ല വെയിലാണ് 3 ദിവസം ഇട്ടാൽ മതി, ഉണങ്ങി കിട്ടും. വെയിലാ. നാളെ ചമ്മന്തിപ്പൊടി മഞ്ഞൾ കുറെ കൂടെ എരിയാനുണ്ട്, എരിഞ്ഞതിന്റെ ബാക്കി അതൊക്കെ എരിയണം, ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാം. നാളെ അത് രണ്ടും ചെയ്യാം. നാളെ കഴിഞ്ഞ് ഏത്തക്കൊല കിട്ടുമല്ലോ, അപ്പൊ അത് നാളെ കഴിഞ്ഞ് ചെയ്യാം. പിന്നെ എന്നതായിരുന്നു, ചക്ക ആകുമ്പോൾ പിന്നെ ചക്ക വറക്കാം. ചക്കയായി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നിനും സമയം കിട്ടത്തില്ലായിരിക്കും, ചക്കയുടെ തന്നെ ആയിരിക്കും. അപ്പൊ ഇനി ഇതെല്ലാം എടുത്തു പെറുക്കി വെച്ചിട്ട്, ചക്കയുടെ തന്നെയായിരിക്കും, ചക്കയുടെ അല്ല, ചക്ക പെറുക്കി വറക്കണം. ചക്കപ്പണി മാത്രമേ ആയിരിക്കും. പിന്നെ ഇന്നെല്ലാം പെറുക്കി വെച്ചിട്ട് കിടന്നേക്കാം. നേരം എത്ര 10 മണി ആറായി കാണും. നേരത്തെ പുതിയൊരു വീഡിയോയായി നാളെ കാണാം.